അണക്കരയിൽ പ്രവർത്തിച്ചിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് പുനരാരംഭിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നു. SI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഹോംഗാർഡിന്റെയും സേവനത്തോടുകൂടി പ്രവർത്തിച്ചിരുന്ന എയ്ഡ് പോസ്റ്റ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പൂട്ടിയ നിലയിലാണ്. പോലീസ് അധികൃതരുടെ അഭാവം മൂലം ടൗണിലെ വാഹന നിയന്ത്രണവും നിയമപാലനവും അടക്കം താളം തെറ്റിയ നിലയിലാണ്. വണ്ടൻമേട് പോലീസ് സ്റ്റേഷന് കീഴിൽ അണക്കര ടൗണിൽ ചക്കുവള്ളം പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിന്റെ മുകൾ നിലയിലാണ് വർഷങ്ങൾക്ക് മുൻപ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് കുറേക്കാലം അടച്ചുപൂട്ടിക്കിടന്ന സ്ഥാപനം 2003 ജൂൺ 13-നാണ് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം നിലച്ച് അടച്ചുപൂട്ടിയതോടെ പോലീസിന്റെ അത്യാവശ്യ ഇടപെടലുകൾക്ക് വലിയ താമസം വരുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി നാട്ടുകാരും വ്യാപാരികളും പറയുന്നു. വണ്ടൻമേട് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ഏറ്റവും വലിയ ടൗണാണ് അണക്കര. അതുപോലെ തന്നെ സ്കൂളുകൾ, കോളേജുകൾ ഒക്കെയുള്ള ഒരു വലിയ ടൗൺ തന്നെയാണ് അണക്കര. അണക്കര എയ്ഡ് പോസ്റ്റ് പോലീസുകാരില്ലാതിരിക്കുന്നത് പതിവായിരിക്കുകയാണ്. നിരന്തരമായിട്ട് നമ്മൾ എന്തെങ്കിലും സമരങ്ങളൊക്കെ സംഘടിപ്പിക്കും മാത്രം പേരിന് കുറച്ച് ദിവസത്തേക്ക് പോലീസിനിടും, പിന്നീട് പിൻവലിക്കും. ഇപ്പോൾ അണക്കരെ സംബന്ധിച്ചുള്ള ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ നിരന്തരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മേഖലയായിട്ട് അണക്കര മാറിയിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇവിടെ എയ്ഡ് പോസ്റ്റ് തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. നിലവിൽ അണക്കര ടൗണുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങളോ കുറ്റകൃത്യങ്ങളോ ഉണ്ടായാൽ 10 കിലോമീറ്ററോളം അകലെ വണ്ടൻമേട്ടിൽ നിന്നുമാണ് പോലീസ് എത്തേണ്ടത്. ഇത് പൊതുജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. എയ്ഡ് പോസ്റ്റ് പ്രവർത്തിച്ചിരുന്ന സമയത്ത് ടൗണിലെ ഗതാഗത നിയന്ത്രണവും പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. സ്കൂൾ സമയങ്ങളിൽ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പോലീസിന്റെയും ഹോംഗാർഡിന്റെയും നിരീക്ഷണം ഉണ്ടായിരുന്നതും ഏറെ പ്രയോജനം ചെയ്തിരുന്നു. പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുകയും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ അടിയന്തരമായി നിയമിക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അണക്കര.